ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെസ്സ് ഒഴിവാക്കാൻ സാധിക്കണം. ദിനചര്യയിലുള്ള സ്ട്രെസ്സ്, അതായത് നമുക്ക് ഒരുപാട് വലിയ ടെൻഷനും സ്ട്രെസ്സും ഒന്നും അല്ലെന്ന് പറയുന്നത്, നമുക്ക് ഒരു ദിവസം നമ്മുടെ ഹസ്ബൻഡുമായിട്ട് വഴക്കടിച്ച് നല്ലത് സ്ട്രെസ്സാവും. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഹസ്ബൻഡിന് ഉള്ള ടെൻഷൻസുകൾ, ഒരുപാട് വർക്ക് ഭാരങ്ങൾ, അതൊരു സ്ട്രെസ്സ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾ പരസ്പരം വഴക്കടിക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാത്തതും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ നല്ല ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓക്സിറ്റോസിൻ ഉണ്ട്. അപ്പോൾ ആ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടിയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതായത് എന്ത് പ്രശ്നമാണോ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മളങ്ങ് അംഗീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ മറക്കാൻ ശ്രമിക്കുക. ഒരു കാര്യത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാതെ പോസിറ്റീവായിട്ട് തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കാനും പ്രവർത്തിക്കാനും റെഡിയാകുക. ഒരു പക്ഷേ മറ്റുള്ളൊരു വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാനാവും. ആ ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ ടെൻഷനിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതിനും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എപ്പോഴും അന്നന്നത്തെ പ്രശ്നങ്ങൾ അന്നന്നത്തെ കൊണ്ട് തന്നെ തീർത്തിട്ട് അത് നാളത്തേക്കിനോ മറ്റന്നാളത്തേക്കിനോ വെക്കാതെ, അല്ലെങ്കിൽ പിന്നീട് ആ വ്യക്തിനെ കാണുമ്പോഴത്തേക്കിനും ആ ഒരു മനോഭാവത്തോടു കൂടി കാണാതൊക്കെ ഇരിക്കാനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻസുകൾ മാറിക്കിട്ടുന്നതാണ്. പിന്നീട് നോക്കിയാൽ നമ്മുടെ ശരീരത്തിനെ ഹാനികരമാക്കുന്ന ജങ്ക് ഫുഡുകളാണ്. ഇന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചെന്നാലും അതൊന്നും ശരീരത്തിന് നല്ലതല്ല, എല്ലാം ഹാനികരമാണ്. പ്രോസസ്ഡ് ഫുഡ്, നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ഫുഡുകൾ, അതിനകത്ത് നമുക്ക് ഒരുപാട് നല്ല ന്യൂട്രീഷനോ പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും കിട്ടണമെന്നില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് അസുഖങ്ങൾക്ക് ദിനംപ്രതി മരുന്നുകൾ കഴിക്കുന്നവരാണ്. അതും നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മദ്യപാനവും പുകവലിയും ഒക്കെ മറ്റുള്ളവർക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ അന്തരീക്ഷം ഒരുപാട് പൊല്യൂഷൻ നിറഞ്ഞതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിലൂടെ നമുക്ക് പൊല്യൂഷൻസ് ഉള്ളിൽ ചേർന്ന് നമ്മുടെ കോശങ്ങൾക്കൊക്കെ സ്ട്രെസ് ഉണ്ടാക്കി ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരികയും വിവിധ തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഇന്ന് മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ കൂടിയതിന് ശേഷം ഒരുപാട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇന്ന് മൊബൈലിനും ലാപ്ടോപ്പിനും ടി വിക്കും ഒക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിൽ റേഡിയേഷൻ്റെ അളവ് കൂടുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പിന്നീടുള്ളതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്കൊന്നും പോകാതെ ഒരു കട്ടിലിലോ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ ഇരുന്നിട്ട് എപ്പോഴും നമ്മുടെ ടി വി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വെച്ച് വാരി വലിച്ച് ഒരു അയവും ശരീരത്തിന് കൊടുക്കാതെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ എന്താണ് ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാത്തത്, ഇന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പച്ചക്കറികളും എല്ലാം പലവ്യഞ്ജനങ്ങളും മാംസാദികളും എല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോയിസൺസ്, ഒരുപാട് കുത്തിവെച്ചിട്ടുള്ള മാംസാദികളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് നേരത്തെ കുടിച്ചിരിക്കുന്നതിലും കൂടുതലായിട്ട് വെള്ളം കുടിക്കണം. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ തന്നെ നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് തന്നെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലും പലവ്യഞ്ജനങ്ങളിലും ഒക്കെ ഇന്ന് ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ ഒരുപാട് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് മണ്ണ് തൊട്ട് തന്നെ തുടങ്ങും. ആ പച്ചക്കറികൾ നമ്മൾ കഴിച്ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിഷാംശങ്ങൾ അടിഞ്ഞു കൂടുന്നുണ്ട്. എന്നാൽ നല്ലൊരു ശരീരം കാത്ത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കം വേണം, വെള്ളം കുടിക്കണം, ന്യൂട്രീഷൻ വേണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കണം എന്നുള്ളതെല്ലാം കഴിഞ്ഞു പോയെങ്കിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഡയറ്റ് തന്നെയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ചക്കയും മാങ്ങയും ചേനയും കാച്ചിലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഘടകങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു രാസവസ്തുക്കളും അടങ്ങിയിട്ടില്ലായിരുന്നു. എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊന്ന് നോക്കൂ. നമ്മുടെ ശരീരത്തിലേക്ക് സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയൺ, വൈറ്റമിൻ B1, B2, B3, B4, B12 എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ആവശ്യമാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി എന്ന് വേണ്ട മിനറൽസ്, ന്യൂട്രീഷൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വേണം. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമങ്ങൾ തന്നെയാണ് നമ്മുടെ എലമെൻറ്റ്സ് വിഭാഗത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് തന്നിരിക്കുന്നത്.
ആദ്യമായിട്ട് നമുക്ക് ന്യൂട്രിലൈഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നോക്കാം. അത് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വാനില ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഒരു ലൈഫിൽ നമുക്കെല്ലാം എനർജി തരണമെങ്കിൽ ഒരു ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ന്യൂട്രീഷൻ നമ്മുടെ ഓയിലായിട്ട് കണക്കാക്കാം. അങ്ങനെ എല്ലാ ഓയിലും എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻ ചേർന്നിരിക്കുന്ന ഒരു ഫുഡാണ് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സമയത്തും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓരോരോ കോശങ്ങളെയും റീജനറേറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി നോക്കാം. സിവിയർ ഹെയർ ലോസ്. ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. ഒരു പൊള്ളലും നീറ്റലും ഒക്കെ സാധാരണ ആളുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്, കാലിലും കണങ്കാലിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രീഷ്യസ് ഫുഡായിട്ടുള്ള ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ ചിലർക്കൊക്കെ നമ്മുടെ മുറിവുണ്ടായി കഴിയുമ്പോൾ അത് പതിയെ ഉണങ്ങുക. അപ്പോഴും അത് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. അതുപോലെ മുട്ടുവേദന, കാലുവേദന, നടുവേദന, കൈവേദന, അങ്ങനെ എല്ലുകൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ്, നമ്മുടെ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ്, ചങ്കിടിപ്പ് കൂടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. കണ്ണ് കാഴ്ചയില്ലാത്ത ആളുകൾക്കൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നി മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ്. ഡിപ്രഷൻ ഉള്ളവർക്ക് കഴിക്കാം. അതുപോലെ ക്യാൻസറൊക്കെ ഉള്ള രോഗികളുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷൻ ഇപ്പോൾ എത്തണമെന്നില്ല, അങ്ങനെയുള്ളവർക്ക് കഴിക്കാം. അതുപോലെ ഡയബറ്റിക്സ് പേഷ്യൻസിന് എസ്പെഷ്യലി ഉപയോഗിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ന്യൂട്രിലൈഫ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള എന്ത് അസുഖമെങ്കിലും ഉള്ളവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കാം, മുത്തശ്ശിമാർക്കും ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്ന് വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്ന ഒരു സൂപ്പർഫിഷ്യസ് ഫുഡാണ്. ഇത് കംപ്ലീറ്റ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പൈറുലിനയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്പേസ് ഏജൻസികളൊക്കെ, അതായത് ബഹിരാകാശ ഗവേഷകരൊക്കെ നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ ഫുഡുകൾക്ക് പകരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം സ്പേസ് ഏജൻസി പറയുന്നത് 1 ഗ്രാം സ്പൈറുലിനയിൽ 1 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള എന്നാണ് അതിൻ്റെ നിഗമനത്തിൽ വയ്ക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് അത്രയും ന്യൂട്രീഷൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുപോലെ നമുക്ക് ആർക്കൊക്കെയാണ് സ്പിരുലിന കഴിക്കാൻ സാധിക്കുന്നതെന്ന്, അതായത് വേഗൻസ്, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലേ, അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാം. കാരണം അവർക്ക് ലോ പ്രോട്ടീൻ ഡയറ്റാണ് അവർ കഴിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൗഡറായിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതായത് പ്രായം കുറഞ്ഞു തോന്നുന്നതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കൊക്കെ എനർജി വരികയും നമ്മുടെ പ്രായം കുറഞ്ഞത് മാതിരി തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഓവറോൾ ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് നമ്മുടെ സ്പിരുലിന എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബെനഫിറ്റാണ് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് ഏറ്റവും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളുണ്ടെങ്കിൽ അത് വലിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ LDL കൊളസ്ട്രോളും ഉണ്ട്, HDL കൊളസ്ട്രോളും ഉണ്ട്. അപ്പം ലോവർ കൊളസ്ട്രോൾ, അതായത് LDL എന്ന് പറയുന്നത് വേണ്ടാത്ത കൊളസ്ട്രോളാണ്. അപ്പം ആ ലെവല് അത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കിടക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP കുറയ്ക്കുന്നതിന്, അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് നമ്മുടെ ന്യൂട്രീഷൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതിനും, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള ആളുകൾക്കൊക്കെ മുട്ടുവേദനയും സന്ധിവാതവും ആമവാദവും പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ന്യൂട്രീഷൻ്റെ അളവൊക്കെ കുറയുന്നത് കൊണ്ടൊക്കെയാണ് ഒരു സ്ട്രെങ്ത് കിട്ടാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പൈറുലിന കൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതെ, ഒരു അനീമിയ പോലെയുള്ള രോഗങ്ങളൊന്നും വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിന് കാഴ്ച ഉള്ളവരൊക്കെ ആണെങ്കിൽ, കാഴ്ചക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി കൂട്ടുന്നതിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത്.
അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പിരുലിന ഗോൾഡിൽ പ്രോട്ടീൻ 4 ഗ്രാം ഉണ്ട്, വൈറ്റമിൻ B1, തയാമിൻ, B2, റൈബോഫ്ലവിൻ, വൈറ്റമിൻ B3, നിയാസിൻ, അതുപോലെ കോപ്പർ, അയൺ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അമിനോ ആസിഡ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വളർച്ചയുടെ സാന്നിധ്യത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്നതാണ് നമുക്ക് ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ സ്പേസ് ഏജൻസികളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ നമുക്ക് ഏറ്റവും നല്ലൊരു സൂപ്പർഫിഷ്യസ് ഫുഡ് തന്നെയാണ് സ്പിരുലിന ഗോൾഡ്. നമ്മുടെ ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, ഷുഗർ മാനേജ്മെൻറ്റ് നല്ലതാണ്, മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് കുറയുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയൊക്കെ കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട്, ആമവാദം, സന്ധിവാദം പോലെയുള്ള നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തടയുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ്, അതായത് LDL കൊളസ്ട്രോൾ, വേണ്ടാത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതുപോലെ അത് കുറയുന്നത് മൂലം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ഒരു പ്രിവെൻഷൻ എന്നോണം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്പിരുലിന ഗോൾഡ്. സ്പിരുലിന ഗോൾഡും കഴിക്കേണ്ടത് പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാം. അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഉപയോഗിക്കാം. ഓവറോൾ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചിൽഡ്രനും കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്.